നമ്മുടെ മുഖ്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്ത സമയത്ത്, ഈ പദവി ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് കാര്യക്ഷമതയ്ക്ക് മാർക്ക് കൊടുക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹം കാണിച്ചതൊന്നും കാര്യക്ഷമതയ്ക്ക് മാർക്ക് കൊടുക്കലല്ല, കാര്യക്ഷമ ഇല്ലായ്മയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറയാതെ നിവർത്തിയില്ല. ഇനി അതുപോലെ നമ്മൾ CAG റിപ്പോർട്ട്സ് എടുത്ത് നോക്കണം. CAG റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ് ഇത്ര വലിയ ധനപ്രതിസന്ധിയിലേക്ക് ഈ ഗവൺമെന്റ് വന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എന്താണ് അവിടെ CAG റിപ്പോർട്ടിൽ പറയുന്നത്? അതായത് വകമാറ്റി ചെലവഴിക്കൽ. ഏത് വകയിൽ കിട്ടുന്ന പണമാണെങ്കിലും സർക്കാരിന് വേറെ ചില കാര്യങ്ങളുണ്ട്, ആ വകകളിലേക്കാണ് ആ പണം ചെലവഴിക്കാറുള്ളത്. അതിനെയാണ് വകമാറ്റി ചെലവഴിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെയൊക്കെ കണക്ക് CAG റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. എല്ലാ കണക്കുകളും ഓരോ വകുപ്പിലെയും പണം വകമാറ്റി ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് അവസാനം വന്നപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? പ്ലാൻ ഫണ്ട് ആയിട്ട്, അതായത് പദ്ധതികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ ബജറ്റിൽ പറഞ്ഞിരുന്ന ഫണ്ടിന്റെ 50% വെട്ടിക്കുറച്ചു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജുകൾക്കൊന്നും ഫണ്ട് ഇല്ലാതെ വന്നതും വെന്റിലേറ്ററിൽ ആയതും. അങ്ങനെ അപ്പൊ അങ്ങനെ എല്ലായിടത്തും. പിന്നെ അതുപോലെ വേറൊരു കാര്യം CAG ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബജറ്റ് ഡോക്യുമെന്റിൽ നിന്ന് കണ്ടെത്താവുന്നത് വളരെ ഈസി ആയിട്ട് ഞാൻ പറയാം. A41 എന്ന ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഗവൺമെന്റ് ഡോക്യുമെന്റ് 25-26 ബജറ്റ് ഡോക്യുമെന്റ് A41 പേജ് എടുക്കുക. അതിൽ A39 എന്നൊരു ടേബിൾ ഉണ്ട്. A39. ആ A39 ടേബിൾ നോക്കിക്കോളൂ. നികുതി ചുമത്തി പക്ഷെ പിരിച്ചെടുത്തില്ല, അതുകൊണ്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അതിനകത്ത് 20,000 എത്ര കോടിയാണ്? 20,814 കോടിയാണ് കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നത്. അതിനകത്ത് കുറച്ച് എമൗണ്ട് ഒക്കെ അതായത് എവിടെയാണ് ഈ ട്രൈബ്യൂണലിൽ പോയി കേസിൽ പോയി ഒക്കെ, അതായത് പിരിച്ചെടുക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാനിപ്പോ അയാളുടെ പേര് മറന്നുപോയി. മറ്റേ ഇടുക്കി ജില്ലയിലെ ഒരു ഭാഗത്തേക്ക് ഒരു തഹസിൽദാർ സം ജോസഫ്, ഒരു തഹസിൽദാർ സ്ഥലം മാറി ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ഒരു പാർട്ടി നേതാവിനോട് പിന്നെ മാർച്ച് 31-ാം തീയതിക്ക് മുമ്പായിട്ട് കുടിശ്ശികയുള്ള നികുതി അടയ്ക്കണം, ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കും, എങ്കിൽ താൻ ഈ ഭൂമി കാണില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പത്രങ്ങളിൽ വന്ന കാര്യമൊക്കെ നിങ്ങൾ മറന്നു കാണത്തില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ഫോളോ അപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ആവശ്യപ്പെടണം, നികുതി അടയ്ക്കണം, ഇത്ര കുടിശ്ശികയുണ്ടെന്നൊക്കെ പറഞ്ഞു അവരെ കൊണ്ട് ചെയ്യിക്കണം. അങ്ങനെ ചെയ്യിക്കാൻ ചെല്ലുമ്പോൾ നിന്നെ ജീവൻ എടുക്കുവിടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് ഈ ഭരണകാലത്ത്, LDFന്റെ ഭരണകാലത്ത് കേരളത്തിൽ നടന്നത്. അതുകൊണ്ടാണ് കുടിശ്ശിക പെരുകുന്നത്. അങ്ങനെ കുടിശ്ശിക പെരുകയാണ്. ഞാൻ ഇപ്പോ പറഞ്ഞ 20,814 കോടിയാണ് കുടിശ്ശികയായിട്ട് 25-26 ബജറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഓർമ്മിക്കണം, നമ്മളിപ്പോ 2,000 കോടി ഒരു നിവൃത്തിയില്ലാതെ കടമെടുക്കാൻ പോയി. അങ്ങനെ 2,000 കോടി എടുക്കാൻ പോകുമ്പോഴാണ് 20,814 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നു എന്ന് പറയുന്നത്. ഇതുപോലെയാണ് സമസ്ത മേഖലകളിലും അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും ഒക്കെയാണ്, കാര്യക്ഷമത ഇല്ലായ്മയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒക്കെ ഫലമാണ് ഇത്ര തീക്ഷ്ണമായ ധനപ്രതിസന്ധി. ഇപ്പൊ ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കാൻ വരുന്നത് 3-4 മാസവും കൂടി കഴിഞ്ഞ് ഇലക്ഷൻ വരും. ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ വേറൊരു ഗവൺമെന്റ്, UDF ഗവൺമെന്റ് ആകട്ടെ, ഏത് ഗവൺമെന്റെങ്കിലും ആകട്ടെ വരുന്നു എന്ന് വെച്ചോളൂ. ആ ഗവൺമെന്റ് നമ്മൾ പറയാറുണ്ടല്ലോ, വരയ്ക്കേണ്ടി വരുമെന്ന്. ആ ഒരവസ്ഥയിലാണ്. ആർക്കും പിടിച്ചു കയറ്റാൻ എന്നിട്ടോ അങ്ങനെ അവർ കഷ്ടപ്പെടുന്ന, അതായത് അവർക്ക് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തില് ഈ പാർട്ടി തന്നെ, ഈ പ്രതിസന്ധി എല്ലാം സൃഷ്ടിച്ച പാർട്ടി തന്നെ സമരകാഹളവുമായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണേണ്ടി വരും. അതാണ് കേരളത്തിന്റെ അവസ്ഥ. അതായത് ഒരു കാരണവശാലും ഒരു LDF ഗവൺമെന്റ് ഇങ്ങനെയല്ല ഭരണം കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത് എങ്കിൽ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണല്ലോ 35 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച് ബംഗാളിനെ ആഗോള തലത്തിലെ ഒരു മാതൃകയാക്കി മാറ്റേണ്ടിയിരുന്ന ബംഗാളിനെ നിത്യ പട്ടിണിയിലേക്കും വറുതിയിലേക്കും തള്ളിവിട്ട് ബംഗാളിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വന്ന് ജോലി ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, വീട്ടിൽ തീ പുകയൂ എന്ന ഒരവസ്ഥ സൃഷ്ടിച്ച
LDF ഗവൺമെന്റ് ആണ് അവിടുത്തെ. അവർക്ക് ഇപ്പോഴും നിലം തൊടാൻ ഒത്തിട്ടില്ല. അതുപോലെ ഒരു നിലം തൊടാൻ ഒക്കാത്ത അവസ്ഥ കേരളത്തിലും സൃഷ്ടിച്ചിരിക്കുകയാണ് LDF ഗവൺമെന്റ്. അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണ് ഇപ്പോൾ യഥാർത്ഥ മാർക്സ് വിചിന്തനം ചെയ്ത കമ്മ്യൂണിസം ഉള്ളത്? സോവിയറ്റ് റഷ്യ പോയല്ലോ. റഷ്യയിലുള്ള പുതിൻ ലോകത്തെ ഏറ്റവും വലിയ ധനികനാണ് പുതിൻ. പിന്നെ ഷീ ജിൻപിങ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഷീ ജിൻപിങ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എത്രയോ ആയിരങ്ങളെ ടിയനൻമെൻ സ്ക്വയർ വെടിവയ്പ്പിലൊക്കെ കൊന്ന ഒരു മഹാരഥനാണ് അദ്ദേഹം. അപ്പൊ അതുപോലെ ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ കമ്മ്യൂണിസം മറഞ്ഞു പോകുന്നു എന്ന സങ്കടമാണ് എനിക്കുള്ളത്. കാരണം ഒരു ഏറ്റവും, അതായത് ലോകത്ത് തൊഴിലാളി വർഗത്തോട്, ഏത് തരം തൊഴിലാളികളാണെങ്കിലും അവർക്ക് അവകാശങ്ങളുണ്ട്, അവർ മനുഷ്യരാണ് എന്ന ചിന്ത ഉയർത്തിപ്പിടിച്ച, ആഗോള തലത്തിൽ ഉയർത്തിപ്പിടിച്ച, എല്ലായിടത്തും സത്യത്തില് കമ്മ്യൂണിസത്തിന്റെ വരവോട് കൂടിയാണ് തൊഴിലാളികളുടെ അവസ്ഥ. ഭയം കൊണ്ട്, ക്യാപിറ്റലിസ്റ്റുകൾ ഭയം കൊണ്ടാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തത്. അങ്ങനെ ഒരു നല്ല ഭൂലോക അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിച്ച ആ കമ്മ്യൂണിസം കെട്ടടങ്ങി പോകുന്നു എന്ന് അറിഞ്ഞാൽ ആർക്കും സങ്കടം തോന്നും. എനിക്കും ആ സങ്കടമുണ്ട്. കെട്ടടങ്ങാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനെ ഈ പാർട്ടിക്ക് ഇപ്പോഴുള്ള നേതൃത്വവുമായി മുന്നോട്ട് പോയാൽ ഒരു രക്ഷയുമില്ല. ഏതായാലും ധനപ്രതിസന്ധിയിൽ നാം മുങ്ങി താഴുകയാണ്.